ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചു ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മാസക്കാലത്തെ വ്രതത്തിന് ശേഷം ഇന്ന് ബഹ്റൈനിലും പരിസരത്തും പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ പെരുന്നാളിൻ്റെ ദിവസം ഏഷ്യ ബഹ്റൈൻ റമദാൻ മാസത്തിലെ സന്ദേശത്തിന് ശേഷം പെരുന്നാളിൻ്റെ സന്ദേശവുമായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ വിശ്വാസി ഒരുപാട് ആഹാരം പടച്ചതമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ഉപേക്ഷിച്ചു. പെരുന്നാളിൻ്റെ ദിവസം ആഹാരങ്ങളൊക്കെ പടച്ചതമ്പുരാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആഹാരപാനീയങ്ങൾ കഴിച്ചുകൊണ്ട് ആഹ്ലാദിക്കുന്ന ഒരു ദിവസമാണിത്. ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ മനുഷ്യരാശിയുടെ ഒരു പ്രത്യേക പെക്യൂലിയർ ഫീച്ചറിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ പെരുന്നാളിന് അറബിയിൽ പറയുന്നത് ഈദ് എന്നാണ്. സംതിങ് വിച്ച് റിട്ടേൺസ്. ഈദ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഈദ് സഈദ്. ഇറ്റ് കീപ്സ് ഓൺ റിട്ടേണിങ് ടു ഹ്യൂമൻ ബീയിങ് ടു എൻജോയ്. ആ അർത്ഥത്തിലാണ് ഈദ് എന്ന അറബി ഭാഷയിൽ പറയുന്നത്. ഈദ് സഈദ് എന്ന് പറഞ്ഞാൽ ഈദ് സയഊദ്, പെരുന്നാൾ വീണ്ടും വീണ്ടും വരട്ടെ, പെരുന്നാൾ ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് തമ്മിൽ ഗ്രീറ്റിംഗ് പറയുന്ന ഒരു ദിവസമാണ്. ബഹുമാനികളെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷിക്കുക എന്നുള്ളത് ആഹാരപാനീയത്തെക്കാളും അവനിക്ക് വളരെ ആവശ്യമുള്ളതും എല്ലാ മതങ്ങളും അനുവദിച്ചതുമാണ്. പക്ഷേ ഈ സന്തോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മറ്റൊന്നാണ്. അടുത്തവൻ്റെ സന്തോഷം കാണുമ്പോൾ അതിൽ പങ്കെടുക്കുക മനുഷ്യത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അവൻ്റെ കുട്ടി ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ തള്ള സന്തോഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും സന്തോഷിക്കുക. കാരണം ഇംഗ്ലീഷിൽ പറയും ഹാപ്പിനെസ് ഇൻക്രീസസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ്, സാറോ ഡിക്രീസസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ്. ഇതൊരു പൊതുതത്വമാണ്. സന്തോഷങ്ങൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കുമ്പോൾ ആ സന്തോഷിക്കുന്നവൻ്റെ സന്തോഷം അധികരിക്കും. സങ്കടം ഒരുപാട് ആളുകൾ പങ്കെടുക്കുമ്പോൾ സങ്കടത്തിൽ വീണവൻ്റെ സങ്കടം കുറയും. ഇന്നൊരു സത്യമാണ്. പെരുന്നാളിൻ്റെ ദിവസം, ബഹുമാനികളെ, പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും ആശിക്കുന്നത് ഇന്ന് സമാധാനവും ശാന്തിയുമാണ്. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും. ഈ ലോകം ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം പടയ്ക്കപ്പെട്ടതല്ല, മനുഷ്യന് വേണ്ടി മാത്രം പടയ്ക്കപ്പെട്ടതല്ല, എല്ലാ ജീവരാശികൾക്കും വേണ്ടി പടച്ചതമ്പുരാൻ പടച്ചതാണ് ഈ ലോകം. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നാം ആഗ്രഹിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും സന്തോഷങ്ങളിൽ പങ്കെടുക്കുകയും ഈ പെരുന്നാൾ ലോകത്തിന് തന്നെ ഒരു സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദിവസങ്ങളാവട്ടെ. റമദാൻ മാസത്തിൽ നമ്മൾ കെട്ടിപ്പടുത്ത ആ സൽസ്വഭാവം നാമും ജീവിക്കുക, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക, അതിന് കളമൊരുക്കുക എന്നുള്ള ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പെരുന്നാൾ ആഹ്ലാദിക്കുകയും കുടുംബങ്ങളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം അയൽവാസികളോടൊപ്പം സ്നേഹിതന്മാരോട് ആഘോഷിക്കുകയും ഇനി വരും ദിവസങ്ങൾ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏഷ്യ ബഹ്റൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് ഇനിയൊരു പ്രാവശ്യം കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.